ഹേ ഓൾ വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ്റലിജൻസിൻ്റെ പാർട്ട് 3 പോർഷൻ ആണ്. അപ്പം അതിനകത്ത് നമ്മൾ എന്താണ് ഇൻ്റലിജൻസ് എന്ന് കുറച്ചും കൂടെ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജനറൽ ഫാക്ടർ തിയറീസ് ഉണ്ട്. അതായത് ജനറൽ ഫാക്ടർ തിയറി പറയുന്നത് ഇൻ്റലിജൻസ് ഈസ് എ ജനറൽ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി കോമൺ ടു ഓൾ ആക്ടിവിറ്റീസ്. എല്ലാ ആക്ടിവിറ്റീസിനും ഇപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും കോമൺലി കാണുന്ന ജനറൽ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. ചാൾസ് സ്പേഴ്സ്മാൻ 1904 പ്രപ്പോസ് ചെയ്തു ജി ഫാക്ടർ എസ് ഫാക്ടർ എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ആൻഡ് അർത്തുൽ ജെൻസൺ സപ്പോർട്ട് ജി ഫാക്ടറിനെ സപ്പോർട്ട് ചെയ്യുകയും മെഷർ ത്രൂ ഡൈവേഴ്സ് ടാസ്ക്, ഒരുപാട് ടാസ്ക് വെച്ചിട്ട് ജി ഫാക്ടറിനെ പറഞ്ഞു. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം എസ് ഫാക്ടർ അധികം ആരും എംഫസൈസ് ചെയ്യുന്നില്ല, എല്ലാം ജി ഫാക്ടർ മാത്രമാണ് എംഫസൈസ് ചെയ്യുന്നത്. ആർഗ്യൂ ജി ഈസ് ലാർജ്ലി ഇൻഹെറിറ്റഡ് വിച്ച് സ്പാൻ ക്രിറ്റിസിസം. സോ ജി എന്ത് ചെയ്തു, ലാർജ്ലി ഇൻഹെറിറ്റ് ചെയ്യുകയും അങ്ങനെ കൂടുതലായിട്ട് ക്രിറ്റിസിസം വന്നു. ആൻഡ് അവിടെ ആർഗ്യൂം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ മുതലാണ് ആർത്തറാണ് ബേസിക്കലി ജീനെ ഏറ്റവും കൂടുതൽ ആർഗ്യൂ ചെയ്ത ഒരാൾ എന്നുള്ളത്. ആൻഡ് ബിനറ്റ് ആൻഡ് സിമോണിൽ പറയുവാണെങ്കിൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ജനറൽ കപ്പാസിറ്റി ആണെന്ന് എഗ്രി ചെയ്തു. അങ്ങനെ ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ IQ ടെസ്റ്റ് കൊണ്ടുവന്നുള്ളതാണ്. അവിടെ അബ്സ്ട്രാക്ഷൻ റീസണിങ്, കോംപ്രഹെൻഷൻ, ക്ലിയർ തിങ്കിങ്, പർപ്പസ്ഫുൾ തിങ്കിങ്, സെൽഫ് കറക്റ്റീവ് ജഡ്ജ്മെൻറ്റ് എന്നുള്ള എന്ത് ചെയ്തു മെഷർമെൻറ്റ് ടെസ്റ്റുകളും കൂടെ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. ഇനി മൾട്ടി ഫാക്ടർ തിയറീസിൽ തോസ്റ്റോൺസ് പ്രൈമറി മെൻ്റൽ എബിലിറ്റി, അത് ഗ്രൂപ്പ് ഫാക്ടർ തിയറി പറയുന്നുണ്ട്. ഇൻ്റലിജൻസ് ഇസ് എ സെറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ് ഫാക്ടർ. അതായത് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ് ഫാക്ടർ ആണ്, നോ ജി ഫാക്ടർ. അവിടെ ജി ഫാക്ടർ അല്ല ഉദ്ദേശിക്കുന്നത്, ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ് ഫാക്ടേഴ്സ് ആയിട്ടാണ് 7 പ്രൈമറി ഫാക്ടേഴ്സ്. അവിടെ എണ്ണം, ന്യൂമറിക്കൽ കാൽക്കുലേഷൻ, വെർബൽ കോംപ്രഹെൻഷൻ, മെൻ്റൽ മാനിപ്പുലേഷൻ, മെമ്മറൈസേഷൻ, ഫാസ്റ്റ് വേർഡ് ജനറേഷൻ, ഡിസ്കവറിംഗ് പ്രിൻസിപ്പൽ, ക്വിക്ക് ഡീലിംഗ്, നോട്ടീസ്. ഇപ്പോൾ നിങ്ങൾ IQ ടെസ്റ്റ് ഒക്കെ ചെയ്ത ആൾക്കാർക്ക് അറിയായിരിക്കും ന്യൂമറിക്കലും വെർബലും മെമ്മറിയും ഒക്കെ നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്തു, ഇതെല്ലാം പുള്ളിക്കാരൻ ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ് ഫാക്ടേഴ്സ് ആണെന്നും അത് 7 ഗ്രൂപ്പ് ഫാക്ടേഴ്സ് ആണെന്നും പറഞ്ഞു. സോ PMA അത് പ്രൈമറി മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് ഗുളിഫോർഡ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് മോഡൽ, അത് SOI മോഡൽ പറയുവാണ്. അവിടെ 3 ഡയമെൻഷൻ മോഡലാണ്. അവിടെ കണ്ടന്റിൽ തന്നെ വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക് ആയിട്ടും, ഓപ്പറേഷൻ ആണെങ്കിൽ കോഗ്നേറ്റീവ്, മെമ്മറി റിട്ടൻഷൻ, മെമ്മറി റെക്കോർഡിംഗ് എന്ന രീതിയിലും, പ്രൊഡക്റ്റ് ആണെങ്കിൽ യൂണിറ്റ്, ക്ലാസസ്, റിലേഷൻ സിസ്റ്റം എന്ന രീതിയിലും, ഇംപ്ലിക്കേഷൻസ് എന്ന രീതിയിലാണ് 3 ഡയമെൻഷൻ ഓഫ് മോഡൽ, അത് SOI മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. സോ ഇതൊക്കെ കുറച്ച് ഹിസ്റ്ററിയാണ്, എന്നാൽ നമ്മൾ കുറച്ച് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. സോ അവിടെ 150 എബിലിറ്റീസ്, 5x6x5 100+ എംപിരിക്കലി വെരിഫൈഡ്. സോ ഈ പറയുന്ന ഈ 3 ഡയമെൻഷൻ മോഡലിനെ 150+ എബിലിറ്റീസ് കൊണ്ടുവന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഗാർഡ്നേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ്. ട്രഡീഷണൽ IQ ഈസ് ടു ലിമിറ്റഡ്. പണ്ടുള്ള ഈ ഒരു ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻ നോക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. സോ 8 ഇൻ്റലിജൻസ് ആണ് പ്രപ്പോസ് ചെയ്തത്. ലിംഗ്വിസ്റ്റിക്, ലോജിക്കൽ, സ്പേഷ്യൽ, മ്യൂസിക്കൽ, ബോഡിലി കൈനസ്റ്റിക്, ഇൻറ്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, നാച്ചുറലിസ്റ്റിക് എന്ന രീതിയിലൊക്കെ കൊണ്ടുവന്നതാണ്. എല്ലാ ഇൻഡിവിജ്വലിനും അതിൻ്റേതായ കോമ്പിനേഷൻ ഓഫ് ഇൻ്റലിജൻസും കൂടെ ഉണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് സ്റ്റേൺബർഗ്സ് ട്രയാറ്റിക് തിയറി ആണ്. അവിടെ അനലിറ്റിക്കൽ ഇൻ്റലിജൻസ്, അതായത് അക്കാഡമിക് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു, ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്, അത് നമ്മൾ എങ്ങനെ നോവൽ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്, പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു, ഷേപ്പ് ആവുന്നു, ആൻഡ് സെലക്റ്റീവ് എൻവോൺമെൻറ്റ്. ഇപ്പോൾ ഇതിൽ പല കാര്യങ്ങൾ നിങ്ങൾക്ക് പറയുമ്പം കോറിലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ ഓൾറെഡി എല്ലാം പഠിച്ചതായതുകൊണ്ട് കേട്ടോ. ആൻഡ് വെർണോസ് ഹൈറാർക്കി തിയറത്തിലാണെങ്കിൽ ഇൻ്റഗ്രേറ്റ് സ്പേഴ്സ്മാൻ ജിയും ത്രഷോൺസ് ഗ്രൂപ്പ് ഫാക്ടേഴ്സും 2 എണ്ണം കൂടെ കമ്പൈൻ ചെയ്യുവാണ് ചെയ്തത്. ഇത് മിക്കവാറും ആൾക്കാർ തെറ്റിക്കാറുണ്ട്. വെർണോസ് ഹൈറാർക്കി തിയറി ചോദിക്കുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ആവും, ആരുടെ ആയിരുന്നു, ഇത്രയും നമ്മൾ തിയറി പഠിക്കും ആരുടെ ആയിരുന്നു ഇത് കൺഫ്യൂഷൻ ആയിപ്പോൾ. സോ ജിയും ത്രസ്റ്റോൺസ് ഗ്രൂപ്പ് ഫാക്ടേഴ്സുമാണ്. ജി ഫാക്ടർ ടോപ്പ് ലെവൽ, നമ്മുടെ ഹൈറാർക്കി പഠിച്ചില്ലേ, കഴിഞ്ഞ വർഷം ഹൈറാർക്കി പഠിച്ചതുപോലെ ജി ടോപ്പ് ലെവൽ, മേജർ ഗ്രൂപ്പ് ആയിട്ടുള്ള വെർബൽ, ന്യൂമറിക്കൽ, പ്രാക്ടിക്കൽ, മെക്കാനിക്കൽ, സ്പേഷ്യൽ അത് അടുത്തതായിട്ടും, ആൻഡ് മൈനർ ഗ്രൂപ്പ് ഫാക്ടേഴ്സും ആൻഡ് സ്പെഷ്യൽ എബിലിറ്റി, അതായത് S ഫാക്ടേഴ്സുമുള്ള രീതിയിൽ ഹൈറാർക്കി ക്ലാസിഫൈ ചെയ്ത് വെച്ചു. ആൻഡ് വെർണോൺ ബിലീവ് ദാറ്റ് 60% ഓഫ് ഇൻ്റലിജൻസ് ഇസ് ജനറ്റിക്, അതായത് 60% എവിടെ നിന്നാണ്, അച്ഛൻ്റെ അമ്മയുടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് പുള്ളിക്കാരൻ വിചാരിക്കുന്നത്. ജീൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഇൻ്റലിജൻസുമായിട്ടൊരു 60% സാമ്യം ഉണ്ടെന്ന് പറഞ്ഞു. സോ ജീൻസ് മേ ഇൻഫ്ലുവൻസ് ഗ്രൂപ്പ് ഡിഫറൻസ് ഇൻ ഇൻ്റലിജൻസ്. അപ്പോൾ ജീൻസ് കാരണം എന്ത് ചെയ്യാം, ആ ഒരു ഇൻ്റലിജൻസിലുണ്ടാവുന്ന മാറ്റം ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ അതിനുശേഷം ഹിസ്റ്ററി ഓഫ് മെഷർമെൻറ്റ് ഓഫ് ഇൻ്റലിജൻസിൻ്റെ ഗാൾട്ടൻ്റെയും കാറ്റലിൻ്റെയും കാര്യം പറയാൻ പോകാം കേട്ടോ. സോ ഫ്രാൻസിസ് ഗാൽട്ടൺ മെഷർ ഇൻ്റലിജൻസ് വിയ സെൻസറി ഡിസ്ക്രിമിനേഷൻ, അതായത് സെൻസറി ഡിസ്ക്രിമിനേഷൻ, നമുക്ക് സെൻസറി ഓർഗൻസ് അറിയാമല്ലോ അല്ലേ, നമ്മുടെ സ്കിൻ ആയിക്കോട്ടെ, സ്മെല്ല് ചെയ്യാൻ നോസ് ആയിക്കോട്ടെ അല്ലേ. അപ്പം ഈ ഒരു രീതിയിൽ മെഷർ ചെയ്തു. ബിലീവ് സെൻസറി എബിലിറ്റി, ഹീറ്റ്, കോൾഡ്, പെയിൻ ഇൻഡിക്കേറ്റ് ഇൻ്റലിജൻസ്. പക്ഷേ അതൊരു ടെക്നിക്കാലിറ്റി നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം അതൊരു ബന്ധമില്ലാത്തൊരു കാര്യമാണ്. ആൻഡ് ജെയിംസ് ആണെന്നുണ്ടെങ്കിൽ കോയിൻ ദ ടേം മെൻ്റൽ ടെസ്റ്റ് എന്നൊരു സംഭവം കൊണ്ടുവരികയാണ് ചെയ്തത്.
സ്ട്രെങ്ത്, റിയാക്ഷൻ ടൈം, മെമ്മറി, സെൻസറി ഡിസ്ക്രിമിനേഷൻ, ഇതെല്ലാം മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മെൻ്റൽ ടെസ്റ്റ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇനി ആൽഫ്രഡും ബിനറ്റും സിമോൺ സ്കെയിൽ പറഞ്ഞു. അത് ആൽഫ്രഡ് ബിനറ്റ് വിത്ത് സിമോൺ ഡെവലപ്പ് ബിനറ്റ് സിമോൺ സ്കെയിൽ. സോ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ആൽഫ്രഡ് ബിനറ്റും വിത്ത് സിമോണും കൂടെ ചേർന്ന് ബിനറ്റ് സിമോൺ സ്കെയിൽ ഡെവലപ്പ് ചെയ്യാണ് ചെയ്തത്. അവിടെ മെൻ്റൽ റിട്ടാർഡേഷൻ ഡയഗ്നോസ് ചെയ്യാനും ഓരോ ടാസ്കുകൾ, അതായത് മെമ്മറി, അറ്റൻഷൻ, ഇമാജിനേഷൻ, മോറൽ സെൻസ് ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടാസ്കുകൾ അസസ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ചില കാര്യങ്ങൾ നമുക്ക് യോജിക്കാൻ പറ്റാത്തത്, ചിലത് യോജിക്കാൻ പറ്റുന്നത്. എന്ത് പറഞ്ഞാലും അറ്റ് ദ എൻഡ് ഇതെല്ലാം നമ്മുടെ കൊഗ്നേറ്റീവ് സൈക്കോളജിക്ക് വേണ്ടിയിട്ടും മെൻ്റൽസിന് വേണ്ടിയിട്ടും ഒക്കെ ഒരു ബേസ് ലൈനാണ്. സോ കീ ഇന്നോവേഷൻ, ഏജ് ഗ്രേഡ് നോംസ്, മെൻ്റൽ ഏജ്, പാസ് ഫെയിൽ ഐറ്റം, ഇൻക്രീസ് ഇൻ ഡിഫിക്കൽട്ടി. സോ അങ്ങനെ ഒരുപാട് ഇന്നോവേഷൻസ്, അതായത് ഞാൻ പറഞ്ഞ പോലെ ഏജ് ഗ്രേഡ് നോംസുകൾ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഓരോരുത്തർക്കും ഓരോ നോംസുകളാണ് മെൻ്റൽ ഏജ് കണ്ടുപിടിക്കാനൊക്കെ പറ്റി. സോ റിവിഷൻ ഉണ്ട് കേട്ടോ. മൈനർ ചേഞ്ചസ് 1980-ലും 1911-ലും എക്സ്റ്റെൻഡ് ടു അഡൾട്ട് ആൻഡ് ബാലൻസ് സ്കെയിൽ. സോ ഇത് പിന്നെ അഡൾട്ടിലേക്ക് പോവുകയും പിന്നെ ബാലൻസ് സ്കെയിലിലേക്കൊക്കെ പോവുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആൻഡ് 1916 സ്റ്റാൻഫോർഡ് ബിനറ്റ് ഇൻ്റലിജൻസ് സ്കെയിൽ ബൈ ലൂയിസ് ടെർമാൻ കൊണ്ടുവന്നു. അതൊരു ഭയങ്കര ഒരു കോംപ്രഹെൻസീവ് റിവിഷൻ ആയിരുന്നു. ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ അതിലൂടെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അഡ്മിനിസ്റ്റർ ചെയ്യാനൊരു മാനുവലും ഡീറ്റെയിൽഡ് ആയിട്ട് കൊണ്ടുവന്നു. സോ ഫ്രാൻസിസ് സെൻസറി ഡിസ്ക്രിമിനേഷൻ, ജെയിംസ് ആണെങ്കിൽ മെൻ്റൽ ടെസ്റ്റ്, ആൽഫ്രഡ് ആണെങ്കിൽ ബിനറ്റ് സിമോൺ സ്കെയിൽ. റിവിഷൻ വന്നു 8-ലും 11-ലും. സ്റ്റാൻഫോർഡ് ബിനറ്റ് ഇൻ്റലിജൻസ് സ്കെയിൽ 1916 കൊണ്ടുവന്നു. മാനുവലും കൊണ്ടുവന്നു. പറയാൻ പോകുന്നത് ദ കൺസെപ്റ്റ് ഓഫ് IQ ആണ്. സോ എല്ലാവർക്കും അറിയാം IQ ചെയ്യണം എന്ന് ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. സോ IQ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരാൾ എത്രത്തോളം ബുദ്ധിയുണ്ട് എന്ന് പരിശോധിക്കുന്നതാണ്. സോ അത് എല്ലാ രീതിയിലും ആകണം എന്നില്ല. നമുക്ക് അതിൽ തന്നെ വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സോ വില്യം സ്റ്റേൺ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ടെർമൻ അഡോപ്റ്റ് ചെയ്യുകയും അതിന് സ്റ്റാൻഫോർഡ് ബിനറ്റ് ഇൻ്റലിജൻസ് സ്കെയിൽ. സോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബിനറ്റ് കമ്മത്ത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്കെയിലുകൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ സ്റ്റാൻഫോർഡ് ബിനറ്റ് ഇൻ്റലിജൻസ് സ്കെയിൽ. സോ അങ്ങനെ ഒരു സ്കെയിൽ കൊണ്ടുവരികയും അങ്ങനെയാണ് IQ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും ചോദ്യം ഇത് എങ്ങനെയാണ്, നമ്പേഴ്സിലാണോ IQ ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണോ, അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ ബിനറ്റ് കമ്മത്ത് ടെസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കൊരു 1934 സ്റ്റാൻഫോർഡ് ബിനറ്റ് സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇന്ത്യൻ അഡാപ്റ്റേഷനിലേക്ക് വരുന്നത്. അങ്ങനെ അത് നമ്മൾ ഒരു സിംപ്ലി ആയിട്ട് കോസ്റ്റ് എഫക്റ്റീവ് എന്ന രീതിയിലാണ് ബിനറ്റ് കമ്മത്ത് വന്നിട്ടുള്ളത്. ഇത് സ്റ്റാൻഫോർഡ് ബിനറ്റ് ഇൻ്റലിജൻസ് സ്കെയിലാണ്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകണ്ട. മിക്കവാറും ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് ഈ സ്റ്റാൻഫോർഡ് ബിനറ്റും ബിനറ്റ് കമ്മത്തും സെയിം അല്ലേന്ന് ചോദിക്കാറുണ്ട്. സെയിം അല്ല കേട്ടോ. സോ IQ നമ്മൾ അറിയുന്ന മെൻ്റൽ ഏജ് ഡിവൈഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ആണ്. സോ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു വലിയ വേരിയേഷൻ ഇല്ല, സ്റ്റാൻഡേർഡ് സ്കോർ നമുക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഫോർമുലേറ്റ് ചെയ്യുന്നത്. സോ വേൾഡ് വാർ 1 നമുക്ക് ആർമി പേഴ്സണൽ സെലക്ഷനിൽ IQന് ഒരുപാട് ഇതുണ്ടായിരുന്നു, സിഗ്നിഫിക്കൻസ് ഉണ്ടായിരുന്നു. 1917 റോബർട്ട് എം ഇറിക്സ് ആണെങ്കിൽ AP ഡെവലപ്ഡ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ടു ക്ലാസിഫൈ US ആർമി പേഴ്സണൽ. അത് US ആർമി പേഴ്സണലിനെ ഇൻ്റലിജൻസ് ടെസ്റ്റ് വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നു. അതായത് ആർമി ആൽഫ എന്നും ആർമി ബീറ്റ എന്നും. സോ ആർമി ആൽഫ ആണെങ്കിൽ ലാംഗ്വേജ് ബേസ്ഡ് ഗ്രൂപ്പ് ടെസ്റ്റിൽ ക്വാളിഫൈ ആയവരും, ആർമി ബീറ്റ ആണെങ്കിൽ നോൺ വെർബൽ പെർഫോമൻസ്, അത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരും ഇംഗ്ലീഷ് സംസാരിക്കാത്ത ആൾക്കാർക്ക് ആർമി ബീറ്റ എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരുന്നു എന്നൊരു ഹിസ്റ്ററി നമുക്കുണ്ട് കേട്ടോ. ഇനി മേജർ ഇൻ്റലിജൻസ് ടെസ്റ്റിൽ പറയുമ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ടെസ്റ്റിൽ ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഉണ്ട്, അത് 1-1 അഡ്മിനിസ്ട്രേഷൻ. ഗ്രൂപ്പ് ടെസ്റ്റ് ഉണ്ട്, മാസ് അഡ്മിനിസ്ട്രേഷൻ. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിനറ്റ് സിമോൺ ആണ് 1-1, ആർമി ആൽഫ ബീറ്റയ്ക്ക് മാസ് അഡ്മിനിസ്ട്രേഷൻ. അതാണ് ഞാനിവിടെ പറഞ്ഞത് ലാംഗ്വേജ് ബേസ്ഡും പെർഫോമൻസ് ബേസ്ഡും ചെയ്ത കാര്യം കേട്ടോ. സോ വെർബൽ ആൻഡ് നോൺ വെർബൽ ടെസ്റ്റിൽ വെർബൽ ആണെങ്കിൽ ലിറ്ററസി ആവശ്യമാണ്, ലാംഗ്വേജ് ബേസ്ഡ് ആണ്. ഇപ്പം വെർബൽ ആണ്, ഇപ്പം നമുക്ക് ലാംഗ്വേജ് ബേസ്ഡ് ആണെങ്കിൽ അവർക്ക് ലാംഗ്വേജ് അറിയണം, ഏതെങ്കിലും വായിക്കാൻ അറിയണം, ഇല്ല നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. നോൺ വെർബൽ ആണെങ്കിലോ മൾട്ടി ടാസ്ക്, ലാംഗ്വേജ് ആവശ്യമല്ല, കൊച്ചുകുട്ടികൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റും, ഈ ചെവി കേൾക്കാത്തവർക്ക് ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. സോ നോൺ വെർബൽ ടെസ്റ്റ് കൾച്ചറൽ ഫെയറോ അല്ലെങ്കിൽ കൾച്ചറൽ ഫ്രീയോ ആയിരിക്കാം എന്നുള്ളതാണ് കേട്ടോ. രണ്ടിനെയും ക്ലാസിഫിക്കേഷൻ പറയുന്നതാണ്, എളുപ്പമാണെന്നുമില്ല. സ്റ്റാൻഫോർഡ് ബിനറ്റ് ഇൻ്റലിജൻസ് സ്കെയിൽ SB ആണ് പറയുന്നത്. സോ 129 ഐറ്റം റിവേഴ്സ് ബൈ ടെർമൻ ആൻഡ് മില്ലർ ഇൻട്രൊഡ്യൂസ്ഡ് ഡീവിയേഷൻ IQ മീൻസ് 100, SD = 16. സോ ഇത്രയേ ഉള്ളൂ.
ബേസിക്കലി IQൻ്റെത് ഏതൊക്കെ വർഷങ്ങളിൽ ഫോർമുലേറ്റ് ചെയ്തു എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, വേറൊന്നും പറയുന്നില്ല. 1986 ഹൈറാർക്കി മോഡൽ ഓഫ് ഇന്റലിജൻസ് കൊണ്ടുവരുന്നത്. അവിടെയാണ് വെർബൽ റീസണിങ്, അബ്സ്ട്രാക്ഷൻ, വിഷ്വൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, ഷോർട്ട് ടേം മെമ്മറിയെ കൊണ്ടുവരുന്നത്. അവിടെ തന്നെ കോംപ്രഹെൻസീവ് സ്കോർ ആൻഡ് ഓവറോൾ IQ, അതായത് എത്രയാണ് ഒരു സ്കോർ ബേസ്ഡ് ചെയ്തിട്ട് കൊണ്ടുവന്നൊരു സമയമാണ് കേട്ടോ ആ ഒരു ഇയർ എന്ന് പറയുന്നത്. 2003 റോയിഡ് കാറ്റിൽ ഹോൺ കറോൾ CHC തിയറി കൊണ്ടുവരികയും 2 മുതൽ 89 വയസ്സുള്ളവരെ വരെ ആക്സസ് ചെയ്യാനുള്ള ഒരു ഫോർമുലേഷനിലേക്ക് വരികയാണ് ചെയ്യുന്നത്. 10 സബ് ടെസ്റ്റുകളും പിന്നെ 5 CHC ഫാക്ടേഴ്സും വെർബൽ ആൻഡ് നോൺ വെർബൽ ഡൊമൈൻസും കൊണ്ടുവരുന്നു. സോ എന്താണ് SB5 എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഫാക്ടേഴ്സ് ഫ്ലൂയിഡ് റീസണിങ്, നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, വിഷ്വൽ സ്പേഷ്യൽ പ്രോസസ്സിംഗ്, വർക്കിംഗ് മെമ്മറി. ഫ്ലൂയിഡ് റീസണിങ് ആണെങ്കിൽ എയർലി റീസണിങ്, വെർബൽ അനലോഗി, അവിടെ നോൺ വെർബൽ ആണെന്നുണ്ടെങ്കിൽ ഒബ്ജക്ട് സീരീസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു വെർബലും ഉണ്ട് നോൺ വെർബലും ഉണ്ട്. അതായത് നമുക്ക് ലാംഗ്വേജ് അറിയുന്നവർക്കും ലാംഗ്വേജ് അറിയാത്ത ആൾക്കാർക്കുമുള്ള 2 രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലൂയിഡ് റീസണിങ് എങ്ങനെയാണ്, നോളജ് ആണെങ്കിൽ എങ്ങനെയാണ്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് എങ്ങനെയാണ്, വിഷ്വൽ സ്പേഷ്യൽ എങ്ങനെയാണ്, വർക്കിംഗ് മെമ്മറി എങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പോകുന്നത്. ഇത്രയേ ഉള്ളൂ. 1937 129 ഐറ്റം ഉള്ളത് വെച്ചിട്ട് റിവൈസ്ഡ് ബൈ ടേമൻ ആൻഡ് മെറിലാണ്. 60 IQൻ്റെ ഒരു ഡെറിവേഷൻ കൊണ്ടുവന്നു. മീൻ 60, SB 60 വെച്ചിട്ട്. സോ മീൻ നിങ്ങൾക്കറിയാം 100, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 16. സോ 1986 ഹൈറാർക്കി മോഡൽ ഓഫ് ഇന്റലിജൻസ് കൊണ്ടുവരുന്നു. വെർബൽ റീസണിങ്, അബ്സ്ട്രാക്ഷൻ, വിഷ്വൽ റീസണിങ് ഒക്കെ. കോംപ്രഹെൻസീവ് സ്കോർ കൊണ്ടുവരുന്നു. 2003 കാറ്റൽ ഹോൺ കറോൾ തിയറി CHC തിയറി കൊണ്ടുവരികയും അതിൻ്റെ 5 CHC ഫാക്ടേഴ്സ് ആണ് ഫ്ലൂയിഡ് റീസണിങ്, നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, വിഷ്വൽ സ്പേഷ്യൽ പ്രോസസ്സിംഗ്, വർക്കിംഗ് മെമ്മറി. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ മേജർ ഹെഡിങ് എങ്കിലും പഠിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വെർബലും സബ് ടെസ്റ്റുകൾ പഠിക്കാൻ പറ്റും, അത്ര നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വെച്ചിട്ട് മാർക്ക് കിട്ടും. ഇതിൻ്റെ സ്കോറിങ് എങ്ങനെയാണ്? 10 സബ് ടെസ്റ്റാണ് ഉള്ളത്. ഞാൻ പറഞ്ഞതുപോലെ മീൻ 10, SD 3, റേഞ്ച് 1 to 9 ആണ്. കമ്പോസിഷൻ സ്കോർസ് പറയുവാണെങ്കിൽ ഫാക്ടർ ഇൻഡെക്സ്, വെർബൽ IQ, നോൺ വെർബൽ IQ, അബ്രിവേറ്ററി ബാറ്ററി IQ, 2 റിട്ടൺ സബ് ടെസ്റ്റ്, ഫുൾ സ്കെയിൽ IQ. ഇത് കാണാതെ പഠിക്കുക, വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് ഈ ടെസ്റ്റിനകത്ത് എത്രയൊക്കെയാണ്, മീൻ എങ്ങനെയാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണ്, റേഞ്ച് എങ്ങനെയാണ് വരുന്നത് പറയുന്നതാണ്. സോ ഇത് അതുപോലെ തന്നെ പഠിക്കുക കേട്ടോ. സെൻസിറ്റീവ് സ്കോർ CS ആണെങ്കിൽ റേഞ്ച് ഏജ് 2 ആണെങ്കിൽ അപ്രോക്സിമേറ്റ് 432, അഡൾട്ട് 520 ആയിരിക്കും. സോ നമുക്ക് ഓരോരുത്തരുടെ എബിലിറ്റി ഓരോ പ്രായത്തിൽ എങ്ങനെ മാറും നമുക്കറിയാൻ പറ്റും. സോ സ്കോർസ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എക്സാമിനേഴ്സ് മാനുവൽ, ഇൻ്റർപ്രറ്റീവ് മാനുവൽ, SB5 സ്കോറിംഗ് പ്രോ സോഫ്റ്റ്വെയർസ്. നമുക്ക് സോഫ്റ്റ്വെയർസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സ്കോർസ് ഒക്കെ അറിയുന്നത്. അപ്പോൾ ഇത് കാണാതെ പഠിക്കാൻ വേറെ ഓപ്ഷൻ നമുക്ക് ഇല്ല. സോ നെക്സ്റ്റ് വൺ ഈസ് ബെഗ്ലേഴ്സ് ഇന്റലിജൻസ് സ്കെയിലാണ്. ഹിസ്റ്ററിക്കൽ ഡെവലപ്മെൻറ്റ് പറയുവാണെങ്കിൽ ഡേവിഡ് വെസ്റ്റ്ലർ 1939 ഡെവലപ്പ് ചെയ്യുന്നത്. സോ ദീസ് ടെസ്റ്റ് ഫോർ അഡൾട്ട് ഉണ്ട്, ചിൽഡ്രൻ ഉണ്ട്, പ്രീ സ്കൂൾസ് ഉണ്ട്. 3 ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. അഡൾട്ട്, ചിൽഡ്രൻ, പ്രീ സ്കൂൾ. ഇവർക്ക് ഓൾറെഡി ഓരോ സ്കെയിൽസ് ഉണ്ട്. അഡൾട്ട് ആണെങ്കിൽ WAIS, ചിൽഡ്രൻ ആണെങ്കിൽ WISC, പ്രീ സ്കൂളേഴ്സ് ആണെങ്കിൽ WPPSI. WAS ആണെങ്കിൽ ഇനിഷ്യൽ വേർഷൻ 1955 ആണ്. സോ റിവിഷൻ നമുക്കുണ്ട്. 2008 റിവിഷൻ, ലാസ്റ്റ് റിവിഷൻ. WISC ആണെന്നുണ്ടെങ്കിൽ 1914 ഇനിഷ്യൽ തുടങ്ങിയത്, അത് ലോഞ്ച് ചെയ്തത്. ആൻഡ് ലാസ്റ്റ് റിവിഷൻ 2003 പിന്നെ WPPSI ആണെങ്കിൽ 1967 പിന്നെ അത് 2002. സോ കീ ഫീച്ചേഴ്സ് പറയുവാണെങ്കിൽ ഇന്റലിജൻസ് ബോത്ത് ഗ്ലോബൽ ആൻഡ് സ്പെസിഫിക് ആണ്. ഗ്ലോബലുമാണ് സ്പെസിഫിക്കുമാണ്. അതായത് ക്വാളിറ്റേറ്റീവ് ഡിഫറെൻറ്റ് എബിലിറ്റീസും ഓവറോൾ ബിഹേവിയേഴ്സും നമുക്ക് അറിയാൻ പറ്റും. വൈഡ്ലി ക്ലിനിക്കലും സ്കൂൾ സൈക്കോളജിസ്റ്റുകളും ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് എന്ത്, ഈ ഒരു വെസ്റ്റ്ലേഴ്സ് ഇന്റലിജൻസ് സ്കെയില്. ഞാൻ പറഞ്ഞതുപോലെ അഡൾട്ടിലും ചിൽഡ്രനിലും പ്രീ സ്കൂളേഴ്സിലുമാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെസ്റ്റ്ലേഴ്സിൻ്റെ ഡെഫിനേഷൻ ഓഫ് ഇന്റലിജൻസ് ആണ്. ദ കപ്പാസിറ്റി ടു ആക്ച്വൽ പേർപ്പസ്ഫുൾ തിങ്ക് റേഷണലി ഡീൽ എഫക്റ്റീവ്ലി വിത്ത് എൻവയോൺമെൻറ്റ്. ഇവിടെയും എൻവയോൺമെൻറ്റ് ഉണ്ട്. പേർപ്പസ്ഫുള്ളി, അത് നമ്മുടെ റാഷണലി പറയുന്നുണ്ട്. 3 വാക്കുകളാണ്. എന്താണ് പർപ്പസ്ഫുള്ളി, റാഷണലി ആൻഡ് എഫക്റ്റീവ്ലി വിത്ത് ദ എൻവയോൺമെൻറ്റ്. ബേസിക്കലി എൻവയോൺമെൻറ്റ് വെച്ചാണ് പറയുന്നത്. സോ ഇന്റലിജൻസ് എന്ന് വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് സെവറൽ സ്പെസിഫിക് എബിലിറ്റീസ്. പറഞ്ഞതുപോലെ ഒരുപാട് സ്പെസിഫിക് എബിലിറ്റീസ് ഉണ്ട്. സോ അവിടെയാണ് നമുക്ക് സ്ട്രക്ചർ ഓഫ് VAS4 നമുക്കറിയുന്നത്. 2018 ലാസ്റ്റ് റിവിഷൻ. ഞാൻ പറഞ്ഞതുപോലെ ഇനി ചിലപ്പോൾ നമ്മൾ ഓരോന്നിട്ട് നോക്കുന്നുണ്ടാവും. കമ്പോണൻറ്റ്, കോർ സബ്സെറ്റ് ഉണ്ട്, സപ്ലിമെൻ്റൽ സബ് ടെസ്റ്റ് ഉണ്ട്. നമുക്ക് സബ് ടെസ്റ്റുകൾ ഒരുപാടുണ്ട് കേട്ടോ. 10 കോർ സബ് ടെസ്റ്റ് ആണ് എൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ്. രണ്ടാമത്തെ 5 സപ്ലിമെൻ്റൽ സബ് ടെസ്റ്റ്. ഇപ്പം 2 ബ്രോഡ് സ്കോർ. ഫുൾ സ്കെയിൽ IQ ഉണ്ട്, ജനറൽ എബിലിറ്റി ഇൻഡെക്സും ഉണ്ട്. ഫുൾ സ്കെയിൽ IQ എന്ന് വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് 4 ഇൻഡീസ്. ഇനി ജനറൽ എബിലിറ്റി ഇൻഡെക്സ് ആണെങ്കിൽ VCI ആൻഡ് PRI, ലെസ് എഫക്റ്റീവ് ബൈ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ്. സോ ഈ ടെസ്റ്റുകളുടെ സബ്ബുകളെല്ലാം നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കുക. അതായത് ഓരോ ടെസ്റ്റിനകത്തും എന്തൊക്കെയാണ് കമ്പോണൻസ് എന്ന് പറയുന്നതാണ്. അപ്പം നമുക്കതൊന്നും ചെയ്യാനില്ല, നമ്മൾ അതുപോലെ കാണാതെ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. VCI എന്ന് വെച്ചാൽ വേർബലാണ്, PRI എന്ന് വെച്ചാൽ
പെർപെച്വൽ റീസണിങ്, WMI വർക്കിംഗ് മെമ്മറി, PSA പ്രോസസ്സിംഗ് സ്പീഡ്. ഇനി ഞാൻ പറയുമ്പം ഈ ടേമുകൾ മാത്രമേ പറയുള്ളൂ, എക്സ്പാൻഡ് ചെയ്ത് പറയില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോളാം, PSA മീൻസ് പ്രോസസ്സിംഗ് ആണ്, WMI വർക്കിംഗ് മെമ്മറി, PRI പെർപെച്വൽ റീസണിങ് ആണ്, VCA വെർബൽ കോംപ്രഹെൻഷൻ ആണ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ. സോ എന്തൊക്കെയാണ് ഞാൻ സ്ട്രക്ചർ പറഞ്ഞത്? 10 കോർ സബ് ടെസ്റ്റ്, 5 സപ്ലിമെൻ്റൽ സബ് ടെസ്റ്റ് ആൻഡ് 2 ബ്രോഡ് സ്കോർസ് ആയിരിക്കും. അവിടെ ഫുൾ സ്കെയിൽ IQ ഉണ്ട്, ജനറൽ എബിലിറ്റി ഇൻഡെക്സും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ സബ് ടെസ്റ്റുകൾ വെർബൽ കോംപ്രഹെൻഷൻ ഇൻഡെക്സ് VCA, അവിടെ സിമിലാരിറ്റി നമ്മൾ നോക്കും. അതായത് വെർബൽ റീസണിങ് പറയുന്നുണ്ടോ, വെക്കാബിലിറ്റി വെർബൽ എക്സ്പ്രഷൻ നോക്കുന്നുണ്ടോ, ഇൻഫോർമേഷൻ ജനറൽ നോളജ് നോക്കാറുണ്ട്. ഇപ്പോഴത്തെ ഒരു IQ ടെസ്റ്റിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ആ ഒരു ലെവൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ചെയ്ത ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ചെയ്യുന്ന IQ ടെസ്റ്റുമായിട്ടൊക്കെ ഒരുപാട് നമുക്ക് ബന്ധമുണ്ട്, സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട്. സപ്ലിമെൻ്റൽ കോംപ്രഹെൻഷൻ, സോഷ്യൽ കൺവെൻഷൻ ആൻഡ് ഇഡിയോംസും ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. അപ്പം ഈ ബേസിക്കലി ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, ചിലപ്പോൾ ചോദിക്കുക ഈ ഒരു വർക്ക്ലേഴ്സ് ഇൻ്റലിജൻസ് ടെസ്റ്റിൻ്റെ WAS എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതായിരിക്കും. അങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും മിക്കവാറും വരിക. ഇനി പെർപെച്വൽ റീസണിങ് ഇൻഡെക്സ് PRI ആണ്. അവിടെ ബ്ലോക്ക് ഡിസൈൻസ് വെക്കാറുണ്ട്, മെട്രിക് റീസണിങ്, വിഷ്വൽ പസിൽസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇനി വർക്കിംഗ് മെമ്മറി ആണെങ്കിൽ ഡിജിറ്റ് സ്പാൻ, അതായത് അറ്റൻഷനും റിവേഴ്സൽ മെമ്മറിയും. ഇപ്പോൾ 1 2 3 4 പറഞ്ഞിട്ട് തിരിച്ച് പറയാൻ പറയും, അങ്ങനെയൊക്കെ. അരിത്തമെറ്റിക് ആണെങ്കിൽ മെൻ്റൽ മാത്സ് ആണ്, കൂട്ടാൻ പറയും. 12 + 6 എത്ര, ഒരാളുടെ കയ്യിൽ 5 മുട്ടായി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഉണ്ടാവും, ലെറ്ററും നമ്പറും ആയിരിക്കും പറയുണ്ടാവുക. ഇനി നമ്മൾ ഓൾറെഡി സബ് ടെസ്റ്റിൽ സിമിലാരിറ്റിയും വേർബലും ഒക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ പറയും, പഞ്ചസാര മധുരമാണെങ്കിൽ ഉപ്പ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിക്കുന്ന പോലെ. ഇപ്പം ജനറൽ നോളജ്, നാഷണൽ ഫ്ലാഗിൽ എത്ര കളർ ഉണ്ടെന്ന് ചോദിക്കുന്ന പോലെ. ഈ പെർപെച്വൽ ആണെങ്കിൽ ബ്ലോക്ക് ഡിസൈൻസ് ആയിരിക്കും, ബ്ലോക്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ പടങ്ങൾ ഉണ്ടാക്കാൻ പറയും, കാണിച്ചു കൊടുക്കും, വിഷ്വൽ പസൽസ് കാണിച്ചു കൊടുക്കുക ചെയ്യുക. ഇനി പ്രോസസ്സിംഗ് സ്പീഡ് ഇൻഡെക്സ് ആണെങ്കിൽ സിമ്പിൾ സെർച്ച് ആണ്, അത് വിഷ്വൽ സ്കാനിങ് ആണ്. കുറച്ച് സംഭവങ്ങൾ ഇട്ട് നമ്മളിതിൽ നിന്ന് എടുത്ത് പിക്ക് ചെയ്തൊക്കെ തരാൻ പറയും, അങ്ങനെയൊക്കെയാണ്. സിമ്പിൾ സെർച്ച്, വിഷ്വൽ സ്കാനിങ് ഒക്കെ ചെയ്യുക, കോഡിങ് ചെയ്യുക. അപ്പം പ്രോസസ്സിംഗ് സ്പീഡൊന്നും നമ്മളിപ്പോൾ നോക്കാറില്ല. വർക്കിംഗ് മെമ്മറി, പെർപെച്വൽ ടെസ്റ്റുകളിൽ വെർബലും ഒക്കെ ഇപ്പം IQയിലൊക്കെ ഭയങ്കരമായിട്ട് പ്രോമിനൻ്റ് നിൽക്കാറുണ്ട്. നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ പറയുവാണ്, ഈ സ്റ്റഡീസ് നടന്നിരുന്നത് USA-യിലും കാനഡയിലും ആയിരുന്നു. USA-യിൽ 2200, കാനഡയിൽ 688 സ്റ്റാൻഡേർഡൈസേഷൻ സാമ്പിൾ സൈസ് പോപ്പുലേഷനിലായിരുന്നു. അതിൽ 68% ആൾക്കാർക്ക് സ്കോർ ബിറ്റ്വീൻ 85 മുതൽ 115 വരെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ മിലിറ്ററി ബേസ് ഒക്കെ പറഞ്ഞല്ലോ അല്ലേ, അതുപോലെ തന്നെ ഒരു സ്റ്റഡീസ് ആയിരുന്നു കേട്ടോ. സോ സ്റ്റാൻഡേർഡ് സ്കോഴ്സ് വെച്ച് നമുക്ക് എളുപ്പമായിരുന്നു ഏജ് വെച്ച് കമ്പയർ ചെയ്യാൻ. അവിടെ മെയിൻ IQ എന്ന് വെച്ചാൽ 100ഉം SD 50 ആയിരുന്നു കേട്ടോ. ഇനി കൗഫ്മാൻ അസസ്മെൻറ്റ് സ്കെയിലാണ് പറയുന്നത്, KABC ആൻഡ് KABC 2 ആണ്. സോ കൗഫ്മാൻ റിവൈസ്ഡ് ഇൻ 2004, 1983 റിലീസ് ചെയ്യുകയും 2004 റിവൈസ് ചെയ്യുകയും ചെയ്തു. 3 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ് അവരുടെ ഏജ് റേഞ്ച് ആയിരുന്നത്. സോ തിയറി ഓഫ് ഇൻ്റലിജൻസും മെഷർമെൻറ്റിൻ്റെയും ഒരു ബ്രിഡ്ജ് എന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരുന്നു. 2 ബേസിക് പ്രിൻസിപ്പിളാണ് കൗഫ്മാൻ അസസ്മെൻറ്റ് സ്കെയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് ലുറിയൻസ് ന്യൂറോ സൈക്കോളജിക്കൽ മോഡൽ MPI-യും കാറ്റിൽ ഹോൺ കറോൾ മോഡൽ FCI-യും ആണ്. സോ ലുറിയൽ ന്യൂറോ സൈക്കോളജിക്കൽ മോഡലിൽ അവിടെ അക്വേർഡ് നോളജിനെ എക്സ്ക്ലൂഡ് ചെയ്യുകയും കാറ്റിൽ ഹോൺ കറോൾ മോഡലിൽ അക്വേർഡ് നോളജിനെ ഇൻക്വയറി ചെയ്യുകയും അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. സോ എക്സാമിന് ചൂസ് ചെയ്യുന്നത് ഏത് ലുറിയ ഓർ CHC മോഡൽ ബിഫോർ ടെസ്റ്റിംഗ്. അതായത് ഇതിൽ ഏതെങ്കിലും ഒന്നാണ് എടുക്കുക. അതായത് അക്വേർഡ് നോളജ് എക്സ്ക്ലൂഡും ചെയ്യാം അല്ലെങ്കിൽ ഇൻക്ലൂഡും ചെയ്യാം. ഏതാണോ വേണ്ടത് അതനുസരിച്ച് അവർക്ക് ആ സ്കെയിൽ ചൂസ് ചെയ്യാം. ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് സ്കെയിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതാണ് സബ് ടെസ്റ്റുകളും ഫങ്ഷൻസും. സീക്വൻഷ്യൽ, വേർഡ് ഓർഡർ, നമ്പർ റീകോൾ, ഹാൻഡ് മൂവ്മെൻറ്റ്, മെമ്മറി സീക്വൻസിങ് ആണ് ഫങ്ഷൻ. സോ GB ആണെങ്കിൽ റോവർ, ട്രിങ്കിൾ, കോപ്ച്വൽ തിങ്കിങ്, ഫേസ് റെക്കഗ്നേഷൻ, അതായത് സ്പേഷ്യൽ വിഷ്വൽ പ്രോസസ്സിംഗ്. പ്ലാനിങ് ആണെങ്കിൽ പാറ്റേൺ നോക്കുക, സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യുക, ലോജിക് ഫ്ലൂയിഡ് റീസണിങ്. ലേണിംഗ് ആണെങ്കിൽ അറ്റ്ലാന്റിക്, റബു ലേണിംഗ്, ലോങ് ടേം റിട്രൈവൽ ലേണിംഗ് ആണ്. നോളജ് ആണെങ്കിൽ റിഡിൽസ്, എക്സ്പൾസീവ് വൊക്കാബുലറി, വെർബൽ നോളജ് ആണെങ്കിൽ ക്രിസ്റ്റലൈസ്ഡ് നോളജ് ആണ് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ സ്കെയിൽസ് വെച്ചിട്ട് അതിൻ്റെ സബ് ടെസ്റ്റുകൾ വെച്ചിട്ട് അതിന് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെന്തായാലും പഠിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് 2 വേർഡിങ്സ് എങ്കിലും പഠിച്ചു വെക്കുക, വേർഡ് ഓർഡർ, നമ്പർ റീകോൾ, അതെങ്കിലും പഠിച്ചു വെക്കുക. എല്ലാം വേണം നിർബന്ധമില്ല. സോ സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്കോർ ആൻഡ് സ്കെയിൽ സ്കോർ ആണ്. ഇത് ഓരോന്നിൻ്റെയും എത്രയാണ് സ്കോർ കിട്ടിയത് എന്നുള്ളതാണ്. സോ ഇത് പഠിച്ചു വെക്കാൻ പറ്റുവാണെങ്കിൽ വെക്കുക, ബിക്കോസ് അതത്ര ഓർത്തിരിക്കാൻ ചാൻസ് ഭയങ്കര കുറവാണ്. സോ ഗ്ലോബൽ സ്കോർ ഫോർ MPI ആൻഡ് FCA ആണ് സ്റ്റാൻഡേർഡ് സ്കോറും, മീൻ 100ഉം സ്റ്റാൻഡ് ഡീവിയേഷൻ 15ഉമാണ്.
സോ അവിടെ യൂസേജ് ഓൺലി വൺ ഓഫ് MP and FC യൂസ് ഫോർ പിയർ ഇവാലുവേഷനും. സോ ലുറിയ മോഡൽ ഓർ CHC മോഡൽ ചൂസ് ബൈ ദ എക്സാമിനർ. അവരാണ് തീരുമാനിക്കുന്നത് ലുറിയ വേണോ CHC വേണോ എന്നുള്ളത്. നോൺ വെർബലിന് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതിയായിരിക്കും, ഓരോന്നിൻ്റെയും വാല്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതിയായിരിക്കും. ചില എല്ലാവർക്കും ആ വാല്യൂ കാണാതെ പഠിക്കാൻ പറ്റിയെന്ന് വരണം എന്നില്ല. സോ നോൺ വെർബൽ ആണെങ്കിൽ മീൻ 100 SD 15 ആണ്. സോ 4 മുതൽ 18 വയസ്സ് വരെ. അഡീഷണൽ സ്കെയിൽ ആണെങ്കിൽ മീൻ 100ഉം 15ഉം ആണ്, 3 വയസ്സ് വരെ ഉള്ളത്. അപ്പം ഇത് പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക കേട്ടോ, അല്ലാത്തവർ എങ്ങനെയെങ്കിലും അത് പഠിച്ച് നമ്പറെങ്കിലും പഠിച്ച് വെക്കുക. സോ ദ കോഫ്മാൻ അഡോളസൻസ് ആൻഡ് അഡൾട്ട് ഇൻ്റലിജൻസ് ടെസ്റ്റ്, അതായത് നമ്മൾ ഇത്രയും നാളും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടികളുടെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ ഇച്ചിരി കൂടെ പറയാൻ പോകുന്ന അഡൾട്ട് ഏജിലുള്ള ആൾക്കാരാണ്. സോ അലൻ ആൻഡ് നദീൻ കോഫ്മാൻ ആണ്. 11 മുതൽ 85 വയസ്സ് വരെ. ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞിരുന്നു. ഇൻഡിവിജ്വൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇവിടെ തിയറി വരുന്ന കാറ്റിൽ ഹോൾഡ് ഹോൺസ്, ഫ്ലൂയിഡ് ക്രിസ്റ്റലേഷൻ ഇൻ്റലിജൻസ് എന്ന രീതിയിലും, ആൻഡ് ലുറിയ ഗോൾഡൻ ഫ്രോണ്ടൽ ലോബ് പ്ലാനിങ്, PJET ഫോർമൽ ഓപ്പറേഷണൽ തോട്ട്സ്. ഇതുപോലെ തന്നെ പഠിക്കാം, ബിക്കോസ് ഇതിനെ ഫർദർ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. കാറ്റിൽ ഹോൺസ് ആണെങ്കിൽ ഫ്ലൂയിഡ്സ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ആണ്, മറന്നു പോകരുത്. ആൻഡ് ലുറിയ ആൻഡ് ഗോൾഡൻ ആണെങ്കിൽ ഫ്രോണ്ടൽ ലോബൽ പ്ലാനിങ്, ആൻഡ് PJET ആണെങ്കിൽ ഫോർമൽ ഓപ്പറേഷണൽ തോട്ട്സ്. ആ രീതി തന്നെ കാണാതെ പഠിക്കുക. ടെസ്റ്റ് കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ 2 മേജർ മെയിൻ സ്കെയിലാണ്. സോ എന്താണ് ക്രിസ്റ്റലൈസ് സ്കെയിൽ? അപ്പം അവിടെ നമ്മൾ ഒരു സ്കൂളിംഗ് കൾച്ചർ അവിടെ നോക്കി എങ്ങനെ നോളജ് കിട്ടി, അതെങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളത് നമ്മൾ കൂടുതൽ നോക്കുന്നത്. ഫ്ലൂയിഡ് സ്കെയിൽ ആണെങ്കിൽ മെഷർ എബിലിറ്റി ടു സോൾവ് നോവൽ പ്രോബ്ലം, പുതുതായിട്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസ്, നോവൽ പ്രോബ്ലംസൊക്കെ എങ്ങനെ നമ്മൾ അത് സോൾവ് ചെയ്യുന്നുള്ളത്, ആ കാര്യങ്ങളൊക്കെയാണ്. കോർ ബാറ്ററി 3 സബ് ടെസ്റ്റാണ് എല്ലാ സ്കെയിലും ഉള്ളത്. എക്സ്പാൻഡ് ബാറ്ററി ആണെങ്കിൽ നമ്മൾ ന്യൂറോളജിക്കൽ ഡാമേജ് ഉള്ള ആൾക്കാരിലൊക്കെ നമ്മൾ നോക്കുക, ഉണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. സോ മെൻ്റൽ സ്റ്റേറ്റസ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിനെ എങ്ങനെ എന്തെങ്കിലും ഇമ്പയർ ചെയ്യുന്നുണ്ടോ. അപ്പം ഫോർ കോഗ്നേറ്റീവ് ഇമ്പയർഡ് ഇൻഡിവിജ്വൽ ഹൂ ക്യാൻ ടേക്ക് ദറ്റ് ഫുൾ ടെസ്റ്റ്. അപ്പം ഈ കോഗ്നേറ്റീവ് ഇമ്പയർമെൻ്റ് ഉണ്ട്. അപ്പം ഓൾറെഡി നമുക്കറിയാം എന്തൊക്കെയാണ് ടെസ്റ്റിനകത്ത് വരുന്ന സബ് ടെസ്റ്റുകൾ എന്നാൽ സബ് ടെസ്റ്റുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു അറിയാം. അപ്പോൾ കോഗ്നേറ്റീവ് ഇമ്പയർമെൻ്റ് ഉള്ള ആൾക്കാണെങ്കിൽ ഇത് എടുക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും ഇല്ല അല്ലേ. അപ്പോൾ അറ്റൻഷൻ ഓറിയൻറ്റേഷൻ ഒക്കെയാണ് നമ്മൾ അവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതലായിട്ട് പറ്റുക. എനിക്കറിയാം കുറച്ച് ടഫാണ്, പറയുന്തോറും ടഫായി കൊണ്ടിരിക്കുവാണ്, പക്ഷേ നമ്മൾ ആ ഒരു പ്രോപ്പർ ഫോർമാറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്